കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാൻഫിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടത്. ആദ്യം ഞങ്ങൾ ജാസ്പർ നാഷണൽ പാർക്ക് സന്ദർശിക്കാനാണ് സമ്മറിൽ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ കാട്ടുതീ കാരണം ബുക്കിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സമ്മർ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ലാത്തോണ്ട് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഒരു മിന്നൽ ബാൻഫ് വെക്കേഷൻ പ്ലാൻ ചെയ്തു ഞങ്ങൾ. അതിന്റെ കാഴ്ചകൾ ഒരു 3 വീഡിയോ പാർട്ട് ആയി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ബാൻഫ് നാഷണൽ പാർക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മിന്നവാങ്ക തടാകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അതിന്റെ അതിമനോഹരമായ സൗന്ദര്യവും സമ്പന്നമായ ചരിത്രവും അത് പ്രദാനം ചെയ്യുന്ന സാഹസികതയും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും. ഇന്ന് ഞങ്ങൾ കനേഡിയൻ റോക്കീസിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായ മിനവാങ്ക തടാകത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ഹിക്കിങ്ങും ബോട്ടിംഗും ഒക്കെ എൻജോയ് ചെയ്യാനാകും. ബാൻഫ് നാഷണൽ പാർക്കിലേക്ക് സന്ദർശകരായി ലോകത്തിലെ നാനാഭാഗത്തുനിന്നും ആളുകൾ ഒഴുകിയെത്തുന്നു. ഒരിക്കലെങ്കിലും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരിക്കൽ വന്നു പെട്ടെന്ന് കണ്ടു തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴായിട്ടാണ് ആളുകൾ വരുന്നത്. മിനവാങ്ക തടാകം 21 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു ഹിമാനിക തടാകമാണ്. അതിന്റെ ഊർജ്ജസ്വലമായ നീല ജലം ഉയർന്ന പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു. നഗോഡ ഭാഷയിൽ മിന്നവാങ്ക തടാകത്തിന്റെ അർത്ഥം ആത്മാക്കളുടെ വെള്ളം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രദേശം തദ്ദേശവാസികൾക്ക് കാര്യമായ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അവരുടെ ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. യഥാർത്ഥത്തിൽ ഈ തടാകം നഗോഡ സെറ്റിൽമെന്റിന്റെ ആസ്ഥാനമായിരുന്നു. ഇന്ന് പ്രദേശത്തിന്റെ പൈതൃകത്തിന്റെ കഥ പറയുന്ന വ്യാഖ്യാന അടയാളങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. മറ്റൊരു കാഴ്ചപ്പാടിന് നമുക്ക് ഒരു ബോട്ട് ടൂർ നടത്താം. തടാകത്തിന്റെ സൗന്ദര്യം അടുത്ത് കാണാനും അതിന്റെ ആകർഷണീയമായ ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൂടുതലറിയാനും ഇത് ഒരു മികച്ച മാർഗമാണ്.
ബോട്ട് ടൂർ ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ അവിശ്വസനീയമായ കാഴ്ചകൾ നൽകുന്നു. നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ എൽക്ക്, മാൻ ഉൾപ്പെടെയുള്ള ചില വന്യജീവികളെ നിങ്ങൾ കണ്ടേക്കാം. കഴുകന്മാരും മിനെവാങ്ക തടാകത്തിനു ചുറ്റും എളുപ്പമുള്ള ഹൈക്കിംഗ് മുതൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ കാൽനടയാത്രകൾ വരെ ഉണ്ട്. തടാക തീരത്തെ പാത അതിശയകരമായ കാഴ്ചകളുള്ള സൗമ്യമായ ട്രെക്കിംഗ് പ്രദാനം ചെയ്യുന്നു, അതേസമയം കൂടുതൽ ആയാസകരമായ വഴികൾ നിങ്ങളെ മനോഹരമായ വ്യൂ പോയിന്റുകളിലേക്ക് നയിക്കുന്നു. പതിനൊന്ന് കിലോമീറ്റർ ഓളം ബോട്ട് സഞ്ചരിച്ചപ്പോഴേക്കും തടാകത്തിന്റെ നടുക്കായി അവർ ബോട്ട് നിർത്തിയിട്ടു. ബോട്ടിന്റെ പിൻഭാഗത്ത് ഒരേ സമയം 5 പേർക്ക് എന്നോണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായി സമയം ഉണ്ടാകും. ഞാനും വിട്ടുകൊടുത്തില്ല. മിന്നെവാങ്ക തടാകത്തിന്റെ മനോഹാരിത വീഡിയോയിൽ പകർത്താൻ ഞാനും പിന്നിലേക്ക് പോയി. ഈ കാഴ്ചയ്ക്കു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. വീഡിയോയിൽ പകർത്തുന്നുണ്ടെങ്കിലും നേരിൽ കാണുന്നതിന്റെ ആ ഒരു ഫീലൊന്നും കിട്ടില്ല.
നിമിഷങ്ങൾ പകർത്താൻ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ കൊണ്ടുവരാൻ ഓർക്കുക. കാൽനടയാത്രയ്ക്കോ ബോട്ട് യാത്രയ്ക്കോ അല്ലെങ്കിൽ പ്രകൃതിദൃശ്യങ്ങളിൽ നനഞ്ഞൊഴുകാനോ നിങ്ങൾ ബാൻഫ് നാഷണൽ പാർക്കിലെ മിനിവാങ്ക തടാകം തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ഈ സാഹസികതയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. എന്നോടൊപ്പം മിന്നവാങ്ക തടാകം പര്യവേക്ഷണം ചെയ്യുന്നത് നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ പങ്കിടാനും മറക്കരുത്.
അടുത്ത തവണ വരെ പര്യവേക്ഷണം തുടരുക. അടുത്ത സാഹസിക യാത്രയിൽ കാണാം.